എന്താണ് ഉപാധികളില്ലാത്ത സ്നേഹത്തെ അല്ലെങ്കിൽ ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹത്തെയാണ് നിരുപാധികമായ സ്നേഹം അഥവാ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഇന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പക്ഷേ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. തിരിച്ച് ഇങ്ങോട്ടുള്ള സ്നേഹം പോലും അവിടെ വിഷയമല്ല. ഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്കവിടെ അസന്തുഷ്ടി ഉണ്ടാകുന്നത്. ഒന്നും തിരിച്ച് ലഭിക്കാതെ ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സന്തോഷം മാത്രമായിരിക്കും ലഭിക്കുക. ഒന്നും തിരികെ പ്രതീക്ഷിച്ചു കൊണ്ടല്ലാതെ മറ്റു മനുഷ്യരെയും മറ്റു ജീവികളെയും സ്നേഹിക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അത് അൺകണ്ടീഷണൽ ലവ് ആവുന്നത്. ഇനി അൺകണ്ടീഷണൽ ലവ് സ്നേഹത്തിൽ അയാൾ എങ്ങനെയാണോ അതുപോലെ നാം സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഒരു നിയമവും അവിടെ ബാധകമല്ല. ഒരാൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ വിചാരത്തിന് പോലും അവിടെ ഒരു പ്രസക്തിയില്ല. നാം സ്നേഹിക്കുന്ന ആളിൻ്റെ സ്വഭാവമോ വ്യക്തിത്വമോ മാറ്റാൻ നാം ശ്രമിക്കുന്നതേ ഇല്ല. അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരും. അയാളുടെ ബലവും ദൗർലഭ്യവും അവിടെ പ്രശ്നമാകുന്നില്ല. തിന്മയും നന്മയും അവിടെ വിഷയമാകുന്നില്ല. നന്മയോടും തിന്മയോടും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അയാളെ സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം അയാളുടെ മേൽ ഒരു ബാധ്യതയും അടിച്ചേൽപ്പിക്കുന്നില്ല. നിരുപാധികമായ സ്നേഹത്തിൽ ചോദ്യം ചെയ്യലോ വിധി കൽപ്പിക്കലോ ഇല്ല. മുൻവിധികളും ആരോപണങ്ങളും അവിടെ സ്ഥാനമില്ല. മനോവിശകലന ശാസ്ത്രം പറയുന്നത് നമ്മിൽ ഓരോരുത്തരെയും ഉള്ളിൽ ഒരു ആന്തരിക വ്യക്തിത്വമുണ്ട് എന്നാണ്. അത് മറ്റുള്ളവരോട് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം കാണിക്കാൻ എപ്പോഴും വെമ്പൽ കൊള്ളും. അതേസമയം നമ്മുടെ ഉള്ളിലെ ഒരു വ്യാജ വ്യക്തിത്വം അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ സത്യസന്ധത ആന്തരിക വ്യക്തിത്വമാണ്. നിരുപാധികമായ സ്നേഹത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ നിന്നാണ്. നിരുപാധികമായ സ്നേഹം പുറത്തു വരുന്നത് ഏറ്റവും യഥാർത്ഥവും സത്യസന്ധവുമായ ബന്ധവും സ്നേഹവുമാണ്.